പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പോസ്റ്റൽ ബാലറ്റ് അടക്കമുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ കോടതി പരിശോധിക്കും. തുറന്ന കോടതിയിലാണ് ഇന്നത്തെ നടപടികൾ. ഹർജിക്കാർക്കും അവരുടെ അഭിഭാഷകർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകർക്കും ബാലറ്റ് പെട്ടി പരിശോധിക്കുന്ന സ്ഥലത്ത് പ്രവേശനം നൽകും. ബാലറ്റ് പെട്ടി കാണാതായതിൽ ദുരൂഹത ഉണ്ടെന്നാണ് ഹർജിക്കാരുടെ ആരോപണം. ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചാണ് പരിശോധനയ്ക്കായുള്ള ഇടക്കാല ഉത്തരവിട്ടത്. വിവരങ്ങളുമായി ശ്രീലക്ഷ്മി ചെർമല ചേരുന്നുണ്ട്. ശ്രീലക്ഷ്മി, എപ്പോഴാണ് ഈ പരിശോധന നടക്കുക? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് ഉച്ചയോടുകൂടിയായിരിക്കും പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബാലറ്റ് പെട്ടികൾ തുറന്ന കോടതിയിൽ പരിശോധിക്കുക. ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെണ്ണലിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ KPM മുസ്തഫ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് നടപടി. നേരത്തെയും ഇത്തരത്തിൽ ഈ ബാലറ്റ് പെട്ടി ഉൾപ്പെടെയുള്ള സാമഗ്രികൾ പരിശോധിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. ഈ കേസിലെ കക്ഷികളായവരും അവരുടെ അഭിഭാഷകരും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകനും ഹൈക്കോടതി രജിസ്ട്രാറുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കണമെന്നായിരുന്നു നിർദ്ദേശമുണ്ടായിരുന്നത്. എന്നാൽ അതിന് പിന്നാലെ ഈ ബാലറ്റ് പെട്ടികൾ ഒക്കെ തുറന്ന് പരിശോധിക്കുന്ന തരത്തിലൊരു നീക്കം ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് ഹൈക്കോടതി പിന്നീട് വീണ്ടും കേസ് പരിഗണിച്ച സാഹചര്യത്തിൽ തുറന്ന കോടതിയിൽ ഇത് പരിശോധിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ബാലറ്റ് പെട്ടി കാണാതായ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ഹർജിക്കാർ പറയുന്നത്. ഈ പെരിന്തൽമണ്ണ ട്രഷറി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ബാലറ്റ് പെട്ടി കാണാതാവുകയും പിന്നീട് ഇത് മലപ്പുറം സഹകരണ ജോയിന്റ് രജിസ്ട്രാർഡ് ഓഫീസിൽ നിന്ന് കണ്ടെത്തുകയുമായിരുന്നു. ഇത്തരത്തിൽ ബാലറ്റ് പെട്ടി കാണാതായ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ജസ്റ്റിസ് ബദറുദ്ദീൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് അന്വേഷിച്ച് 1 മാസത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വോട്ട് പെട്ടി കാണാതായ സംഭവവും ബാലറ്റുകൾ നഷ്ടമായതുൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ അന്വേഷിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബാലറ്റ് പെട്ടികൾ നീക്കുന്നതിന്റെ കൂടെയാണ് ഈ ബാലറ്റ് പെട്ടി ഉൾപ്പെടെ മാറിപ്പോയത് എന്ന ഒരു കാര്യമാണ് ഈ ബാലറ്റ് പെട്ടി കാണാതായതുമായി സംബന്ധിച്ച് സബ് കളക്ടർക്ക് ഉൾപ്പെടെ ഈ ഉദ്യോഗസ്ഥർ ഈ വിശദീകരണം നൽകിയിരുന്നത്. എന്നാൽ ഇത് ഗുരുതര സംഭവമാണ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും അന്വേഷണം നടത്താനായിട്ട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ പെട്ടി ഉൾപ്പെടെയുള്ള സാമഗ്രികളെല്ലാം തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇന്ന് തുറന്ന കോടതിയിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇതിന്റെ പരിശോധന നടക്കുക. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് പോസ്റ്റ് ബാലറ്റ് അടക്കമുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ കോടതി ഇന്ന് പരിശോധിക്കും. തുറന്ന കോടതിയിലാണ് ഇന്നത്തെ നടപടികൾ നടക്കുക. ഉച്ചയ്ക്ക് ശേഷം പരിശോധിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ശ്രീലക്ഷ്മി ചെർമലയാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.